ശാസ്ത്രബോധമുള്ള ആളാണ്. തീർച്ചയായിട്ടും അന്വേഷണത്തോര ആ സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന സ്വസ്ഥത, അതിന്റെ യാഥാർത്ഥ്യം, അതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് ശാസ്ത്രം. മാത്രമാണോ ശാസ്ത്രം? അല്ല, ഒരിക്കലും ആരെങ്കിലും ഡോക്യുമെന്റ് ചെയ്ത ഒരു കാര്യത്തെ അന്ധമായി വിശ്വസിക്കുന്നതിനെ ശാസ്ത്രം ഞാൻ വിശ്വസിക്കുന്നില്ല. നേരത്തെ നമ്മുടെ ഹമീദ് അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ ഹമീദ് പറഞ്ഞൊരു സംഭവമാണ്. അതായത് കോവിഡ് വാക്സിൻ വന്ന ശേഷം കോവിഡ് പോയി. എന്റെ ഒരു ഒബ്സർവേഷൻ, അത് അദ്ദേഹത്തിന്റെ വീക്ഷണമാണ്, അദ്ദേഹം പഠിച്ചതാണ്, മനസ്സിലാക്കിയതാണ്, ന്യൂസ് ചാനലുകളിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്തൊരു കാര്യമാണ്. ഞാൻ അടങ്ങുന്ന വലിയൊരു കമ്മ്യൂണിറ്റി, ഞാൻ പറഞ്ഞല്ലോ, സാധാരണ അക്യുപങ്ചർ ചികിത്സ പോലും വേണ്ടാതെ ജീവിക്കുന്ന, ആവശ്യമില്ലാത്ത തരത്തിൽ ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി. അതിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ്, ടെസ്റ്റ് നിർത്തിയപ്പോൾ മാറിയൊരു അസുഖമാണ് കോവിഡ്. കാരണം ഇപ്പൊ കോവിഡ് ടെസ്റ്റ് ഇല്ല, വാക്സിൻ വ്യാപകമായി കൊടുത്തു. അത് വേണ്ടവരെടുത്തതിന് ശേഷം, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുകയാണ്, വേണ്ടവരെടുത്തതിന് ശേഷം പിന്നീട് ആ ടെസ്റ്റ് പിൻവലിച്ചു. ഇപ്പൊ മറ്റേത് റാപ്പിഡ് ടെസ്റ്റ്, RT-PCR ടെസ്റ്റ്, ഇങ്ങനെ പലതരം, എയർപോർട്ടിൽ പോകണമെങ്കിൽ ടെസ്റ്റ്, അത്തരം ടെസ്റ്റുകളിൽ നിന്ന് ഒഴിവായതോടുകൂടി വെറും ജലദോഷപ്പനി. സാർ, എന്റെ കുടുംബത്തിലൊരു മരിച്ചു, എന്റെ സ്വന്തം കസിൻ, 41 വയസ്സുള്ള എന്റെ മാമയുടെ കസിനായിരുന്നു. കോവിഡ് വാക്സിൻ ഒരാഴ്ച കൊണ്ട് മിസ്സായി. ഇന്ത്യൻ ഗവൺമെന്റിനോട് എനിക്ക് ദേഷ്യം ഉണ്ടായ കാര്യം എന്നറിയോ? കോവിഡ് വാക്സിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വന്നപ്പം സാർക്കറിയാം, ഹോസ്പിറ്റൽസും ഡയറക്റ്റ് വാങ്ങിക്കാൻ പറ്റൂലായിരുന്നു. 2 ആഴ്ച നമ്മൾ മിസ്സായപ്പോ എത്ര ആൾക്കാർ മരിച്ചെന്നറിയോ? എന്റെ കസിൻ ഫഹദ് എന്ന് പറഞ്ഞ കസിൻ, 41 വയസ്സ്, 2 ചെറിയ പിള്ളേരാണ്. കോവിഡ് ബാധിച്ച മരിച്ചത്. വേറെ അസുഖമൊന്നുമല്ല. ഞാൻ അതിലേക്ക് ഞാൻ ഒരു മിനിറ്റ് എഡ്യൂക്കേറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോഴും പറയാണ്, നമ്മൾ എപ്പോഴും പറയും, എപ്പോഴും നമ്മൾ സൈഡ് എഫക്റ്റിനെ പറ്റി മാത്രമേ സംസാരിക്കത്തുള്ളൂ. അതിനുണ്ടായ ഗുഡ് എഫക്ട്സിനെ പറ്റി ആരും സംസാരിക്കാറില്ല. ഇതിന് ഒരുപാട് മരുന്നുകൾ, ഒരുപാട് പേര് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. കൊളസ്ട്രോൾ ട്രീറ്റ്മെന്റ്, മരുന്ന് ട്രീറ്റ്മെന്റ് ഉണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.